നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിലെ പുതിയൊരു മന്ത്രിസഭ അധികാരമേൽക്കുകയാണ്. അതൊരു ഇടക്കാല മന്ത്രിസഭയാണ്. നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയാണ് അവിടെ രൂപീകരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഉപദേശ സമിതിയിൽ 15 അംഗങ്ങളുണ്ടാവും. വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തിയവരിൽ നിന്നും ചിലരെ അതിൽ ഉൾപ്പെടും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ബംഗ്ലാദേശിലുടനീളമായി വലിയ കലാപങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും ഉറപ്പാക്കേണ്ടത് ഈ പുതിയ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. വളരെ കഴിവും ടാലന്റഡുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നാളുകളിൽ സമാധാനത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ട വ്യക്തിയായതുകൊണ്ട് നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ ധാക്കയിൽ നിന്ന് പലരും ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള പലരും അവിടെ ഉള്ളവരെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിർത്തിയിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പട്ടാളക്കാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രത്യേകതരം നിയന്ത്രണങ്ങൾ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുവാനുള്ള വലിയ താല്പര്യത്തോടെ അവർ ഇതെല്ലാം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായിട്ടും അവിടെ സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പുതിയ ഇടക്കാല മന്ത്രിസഭയ്ക്ക് കാര്യങ്ങൾ വളരെ സത്വരമായ നിലയിൽ ഓരോ കാര്യങ്ങളിൽ ഇടപെടുവാനും സമാധാനം പുനഃസ്ഥാപിക്കാനും കഴിയട്ടെ എന്ന് ആശിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.